അപ്പം ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വീട്ടിലോട്ട് പോകുന്നത്. സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയും ഉണ്ട്, കസിനും ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്. രാവിലെ വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഒത്തിരി ഓരോ ഓറഞ്ച് കഴിച്ചു. പിന്നെ ഇന്നലെ ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ സെയിൽസ് നടക്കുമല്ലോ 9 മുതൽ 12 വരെ. അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതിൽ നിന്ന് ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പം ഞങ്ങൾ കുടിക്കുന്ന കണ്ടപ്പോൾ അവനും വേണം. പിന്നെ അവനും വാങ്ങിച്ച് കുടിച്ച്. പിന്നെ ഇതേ ഈ കൊണ്ടുപോകുന്ന കുക്കർ അമ്മ വാങ്ങിച്ചതാണ്. ഇനി ഇത് ഇവിടം തൊട്ട് വീട് വരെ, അതായത് എറണാകുളം തൊട്ട് വീട് വരെ ഇനി അത് ചുമന്നോണ്ട് വേണം പോവാൻ. അവനാണെങ്കിൽ കൊല്ലം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ പിന്നെ കൊല്ലത്തിൽ നിന്ന് ട്രിവാൻഡ്രം ഞങ്ങളുടെ വീട് വരെ ഞങ്ങൾ എന്നെ ചുമക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങളുടെ കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഫുഡാണ്. അപ്പം ഞങ്ങളൊരു ചൊക്കപ്പയൊക്കെ കഴിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട്. അവരുടെ ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഈ കഴിക്കാൻ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എറണാകുളം തൊട്ട് അതുവരെ പോകാൻ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂറുണ്ട് യാത്ര. അപ്പം ഇരുന്ന് മുഷിഞ്ഞ് ഒരു വഴിയാവും. അതിൻ്റെ കൂടെ വിശക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഇത് കഴിച്ച് ഞങ്ങൾ പോകും. അപ്പോൾ ഒരു രസമുണ്ട്. അതിൻ്റെ ഇടയിൽ നാൻസി മീൻസ് എൻ്റെ അനിയത്തിയുടെ കുറേ പരിപാടികൾ. മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് അടി തന്നെയാണ്. കണ്ടോ, ഞങ്ങൾ 3 പേരും നന്നായിട്ട് ഫുഡ് അടിക്കും. അതുപോലെ മെയിൻ പരിപാടിയാണ് ഉറക്കം. നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. പക്ഷെ ഞാൻ കുറച്ച് സ്ലോ ആണ് ഉറങ്ങാൻ. പക്ഷെ അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് കിടന്ന് അപ്പം തന്നെ സ്വിച്ചിട്ട ഉറങ്ങുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും. പിന്നെ ട്രെയിനിൽ കയറി അപ്പം നാൻസിയുടെ സ്നാപ്ചാറ്റ് ഓപ്പൺ ആവും. പിന്നെ അവളുടെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷെ അവളായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഞാനായിരിക്കും പിന്നെ എനിക്ക് അതിലൊരു ഹരം പിടിക്കും. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വ്ലോഗ് എടുത്തോണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പം അതും കൂടെയൊക്കെ ആയപ്പോൾ അതിൻ്റെ ഒരു ഇത് പിടിച്ചു. പിന്നെ അതിൽ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡി ഫിൽറ്റേഴ്സും പിന്നെ നെയ്സാണല്ലോ. അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ഞങ്ങൾ അതായിരിക്കും കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ സമയം പോകാനുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലിങ്ങനെ കരയുന്ന ഒരു ഫിൽറ്ററുണ്ട്. അത് ഭയങ്കര കോമഡി ഫിൽറ്ററാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ച് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഇത് എൻ്റെ അനിയത്തി അങ്ങ് വീഡിയോ ആക്കുവാണിരുന്നു. ഇത് മാത്രമല്ല കുറേ ക്ലിപ്പുണ്ട്, ഞാനൊന്നും അറിയുന്നില്ല. പിന്നെ ഈ ഉറങ്ങുമ്പോൾ ഈ തുറക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അയ്യോ തീർന്നു കേട്ടോ. ഇങ്ങനത്തെ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ. ഭാഗ്യത്തിന് ഞാൻ അങ്ങനെ വായൊന്നും തുറന്നില്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അത് കണ്ട വീഡിയോ എടുത്തു വെച്ച് ശല്യം ചെയ്യുക. എനിക്കാണെങ്കിൽ ഉറക്കത്തിൽ ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ അവളത് എൻജോയ് ചെയ്ത് അങ്ങ് എടുത്തോണ്ടിരിക്കുക. ഇങ്ങനെയുള്ള അനിയത്തിമാരോ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ബാഗാണ് എൻ്റെ ഫുഡ് കലവറ. ഇത് മുഴുവനും ഞാൻ ഫുഡ് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ലുലു മാളിൽ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ അത്യാവശ്യം വാങ്ങാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ ഫുഡ് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നട്ട്സ് ആയാലും ചോക്കോ പൈ ആയാലും ചോക്ലേറ്റ് ആയാലും അതുപോലെ ആൽമണ്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ, പിസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് തിന്ന് പോകുന്നത്. ഇത് തൊട്ട് അതുവരെ തിന്ന് അങ്ങനെ ഫോൺ എടുത്ത് വെച്ച് കളിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു. ഇത് തന്നെയായിരുന്നു ആ ട്രെയിനിൽ. ഞങ്ങൾ പോയത് ജനശതാബ്ദിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ സീറ്റ് ഭയങ്കര ശോകണം. ഈ മേളിലോട്ട് അത്യാവശ്യം നല്ല ഇതുണ്ട്. താഴോട്ട് ഇരിക്കുന്ന കൂടെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോവായിരുന്നു. കണ്ടില്ലേ, എപ്പോഴും ഉറക്കമാണ് എൻ്റെ പണി. ഞാൻ നമ്മളെ എത്തുന്നതൊന്നും അറിയത്തില്ല, അതൊരു കാര്യമാണ്. പിന്നെ അമ്മയും അവളുമായി വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും. എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ശല്യം ചെയ്യരുതേന്ന് പറഞ്ഞ് ഫോൺ ഞാൻ അവരുടെ കയ്യിൽ എന്നെ അങ്ങ് കൊടുത്തു. അവരെന്തോ കാണിക്കട്ടെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് അതുവഴി ഒരു അങ്കിളാണെങ്കിൽ ഈ വിത്തൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം. ഈ ഒരു 2 പാക്കറ്റ് അല്ല, അതായത് ഒന്നാണ്, കുറേ വിത്തുണ്ട്. അപ്പം ഇത് ഇത്ര 50 രൂപയാണ്. അപ്പം അമ്മയ്ക്ക് അത് കണ്ടപ്പോഴേ പിന്നെ ആക്രാന്തമായി. പിന്നെ അമ്മ അതിൽ നിന്ന് ഒരു പാക്കറ്റ് ഇങ്ങനെ നോക്കി വാങ്ങുവാണ്. എന്തൊക്കെയോ ഉണ്ട് അതിൽ. ചീര, വഴുതന, തക്കാളി, മുളക്, പപ്പായ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പീസ് അമ്മ അങ്ങ് വാങ്ങിച്ചു. അത് കണ്ടപ്പോൾ അപ്പുറത്തെ ചേച്ചിമാരിരുന്ന് അവരും അതിൽ നിന്ന് ഒരു കവർ അങ്ങനെ വാങ്ങിച്ചു. ശരിക്കും ഇങ്ങനെ നല്ല കാര്യമായി. നമ്മൾ ഈ പിച്ച എടുക്കുന്ന അങ്ങനെയൊക്കെ ഈ ചിലവർ ആരോഗ്യം ഉള്ളവർ ചെയ്യുന്നുണ്ടല്ലോ. അതിനെക്കാരും എന്ത് നല്ലതാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതല്ലേ. എത്ര നല്ല കാര്യം അവരൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളെ പോലെയുള്ളവരൊക്കെ സഹായിക്കുക. പിന്നെ അതിനെ തിരിച്ചും മറിച്ച് എന്ത് നടണം എന്ത് നടണ്ടെന്നൊക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴത്തേക്കും എൻ്റെ അനിയൻ അമ്മയ്ക്ക് ഒരു വാച്ച് കൊടുത്തായിരുന്നു. അതിൽ എന്തോ കോൾ ചെയ്യുമ്പോൾ
കോള് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിലായി ഇരുന്ന് കുത്തലോട് കുത്തൽ, എന്തോ കോള് വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, കേൾക്കാൻ പറ്റില്ലെന്ന് പറയുന്നു, കേൾക്കുന്നു, വാങ്ങുന്നു, എന്തൊക്കെയോ ചെയ്ത് പിന്നെ അതിനെ ഫോണിലെടുത്ത് സംസാരിച്ച് ഫോണിൽ അങ്ങ് അറ്റൻഡ് ചെയ്ത് അമ്മ ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് ഞങ്ങളുടെ കുറേ എൻ്റർടൈൻമെൻ്റ് ആണ്. അങ്ങനെ കളിച്ച് ചിരിച്ച് സ്ഥലം എത്തിയത് അറിഞ്ഞില്ല, തിരുവനന്തപുരം എത്തി. ഇത് അവിടുത്തെ വാഷ്റൂമാണ് ശരിക്കും പറഞ്ഞ്. അപ്പം അങ്ങനത്തെ കുറേ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യത്തിന്. അത് കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് അമ്മ ഒരു ഹോട്ടലിൽ കയറി കഴിക്കാനായിട്ട് കയറി. അവിടെ ബിരിയാണി, ഹാഫ് ബിരിയാണീൻ്റെ വില ചോദിച്ചപ്പോൾ 130 രൂപ. വെക്കുന്ന നല്ലതായി, ഫുഡിനൊക്കെ ഇങ്ങനെ കൊള്ള വില അടിക്കുന്നു. അപ്പുറത്തെ ഒരു കടയിൽ പോയപ്പോഴത്തേക്കും ഫുൾ ചിക്കൻ ബിരിയാണിക്ക് 150 രൂപയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയും ചില ഹോട്ടലുകാർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു വേറൊരു ബിരിയാണി കടയിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സും കാത്ത് നിൽക്കുവാണ്. ചൂടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടും അതുപോലെ വെയിൽ, സൂര്യൻ വന്ന് ഉച്ചയിൽ നിൽക്കുവാണ്. അങ്ങനെ ഒരു വിധത്തിൽ ബസ്സൊക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ ഫ്രിഡ്ജ് വൃത്തിയാക്കലാണ് പരിപാടി. നേരെ പണിയിലാണ്. ഇവിടെ എല്ലാം തൂത്തൊക്കെ വാരി ഇപ്പം ഫ്രിഡ്ജ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ പുതിയതാക്കിയെടുത്തു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ വന്ന് കയറിയിട്ട് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ വാഴയല്ല തെങ്ങ് വയ്ക്കാൻ പറയും വീട്ടുകാർ, പോയിരുന്ന് പഠിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാം കുളിച്ചിങ്ങനെ വന്നപ്പോൾ അമ്മ വിളിച്ചു. അമ്മ പൊങ്ക് വെട്ടിത്തരാന്ന് പറഞ്ഞു. എവിടെയോ ഒരു തേങ്ങ കുരുത്ത് കിടന്നു. അപ്പം അതെടുത്ത് വെച്ച് വെട്ടുകാർ അതിൻ്റെ തിന്നാണ്. നേരത്തെ വാങ്ങിച്ച ബിരിയാണീൻ്റെ കുറച്ചിരുന്നു, അത് തിന്ന്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് വാങ്ങിച്ചതിൽ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാഴ്സൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഞാൻ തിന്നത്. അന്നേ ദിവസം തന്നേച്ചു. അതിലാണെങ്കിൽ ഒരു പൊങ്കും ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഒന്ന് കുറച്ചപ്പോൾ പൊട്ടേ എന്തായാലും കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബിക്കോസ് അത് കുരുത്ത് വലിയതായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊങ്ക്. ഭയങ്കര ടേസ്റ്റാണെന്ന് അറിയാമോ? ഞാൻ വെച്ചെൻ്റെ നമ്മൾ നേരത്തെ വാങ്ങിച്ചില്ലേ കുക്കർ, അമ്മ എന്തോ ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് ഇതെല്ലാം ഇനി ഇത് വാങ്ങിക്കണം. ഓക്കെ, അതിനെ ഇളക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് നമ്മുടെ ദൗത്യം അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ വീഡിയോയിലൊന്നുമില്ല. അപ്പം ഇതാണ് ഇന്ന് എന്തൊക്കെ തിന്നാൻ നോക്കാറില്ല. അപ്പം ഇത് ഞാൻ തിന്നാൻ പോകും. വെട്ടുവത്തി എങ്ങനെ ചീത്തയാക്കാം എന്നൊക്കെ കാണിച്ചു തരാം. മറ്റേ നമ്മളെ പാല ചീത്തയായി. ഞങ്ങളുടെ അവിടെ തേങ്ങ പൊതിക്കുന്ന സാധനത്തിന് പാല എന്നാണ് പറയുന്നത്. നിങ്ങൾ അവിടെ എന്താണ് പറയുന്നതെന്ന് കമന്റ് ചെയ്യുക. ഇതാണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ ഒരു ഹോം ടൂർ നടത്തണമെന്നുണ്ട്, നമുക്കത് ഉടനെ തന്നെ ചെയ്യാം. വലിയ നൊങ്കില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ നൊങ്കല്ല, പൊങ്ക് വെട്ടം കഴിച്ചില്ല. ഈ കാണുന്ന നിഴൽ എൻ്റെതാണ്. ഉണ്ട് കേട്ടോ, ഉണ്ട്. അത് വെട്ടെന്നാണ് പറയുന്നത്. അപ്പൊ മുഴുവനായിട്ട് വെട്ടണം. യെസ് ഗൈസ്, കാണിച്ചുവിടമ്മ. ഗൈസ് കണ്ടോ, ഇതാണ് പൊങ്ക്. യെസ്, ചന്ത പിണക്കമാണോ എന്നോടിനക്കം കാഴ്ച പന്നി പോലെ. ടോപ്പ് നോച്ച്, ടോപ്പ് നോച്ച്. ഹെൽത്തി സാധനം ഇളക്കിയിട്ട് കാണിച്ചില്ല. അടുത്തതും എടുത്തിട്ട് വന്നു. ഇതൊന്നും ഇങ്ങനെ കിട്ടുന്നതല്ല, സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പൊങ്ക്. ഇത് ആ വെള്ളമാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സെറ്റ് സാധനമാണ്. സത്യമായിട്ടും തിന്നിട്ടില്ലാത്തവരെ ഒരു നല്ലൊരു തേങ്ങ നോക്കി എടുക്കുക. ആരും കാണാത്തടത്ത് അങ്ങ് കൊണ്ടിടുക ഒരു 2-3 മാസം. അത് അവിടെ കിടന്ന് അങ്ങ് പൊടിച്ചോളും. പ്രത്യേകിച്ച് ഒരു പണിയില്ല, അതങ്ങ് പൊടിച്ച് കിട്ടും. ഇതുപോലെ കുരുപ്പ് ഇങ്ങനെ കുറച്ച് പൊന്തി ഇല വരുമ്പോഴത്തേക്ക് എടുക്കുക, മുറിക്കുക, തിന്നോക്കുക. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒന്നും കാണിക്കാനില്ല. ഇനി ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ആക്രി വീക്രി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിന് അതിനടുത്ത് തിന്നും. പേരയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നും. എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എങ്ങനെയുണ്ടമ്മ? എനിക്ക് പൊങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ എന്തിനും വന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടെന്നാണ് ചോദിച്ചത്. അടിപൊളി ചേച്ചി. ഓക്കെ.